morning all. I am going to discuss about the algorithm for rotation. Actually, this rotation algorithm is used in case of trees. So here is the sample tree. X is a node and Y is a node, and alpha is X left subtree and Y's left subtree is beta, Y's right subtree is gamma. After left rotation, we got the output like this. Actually, for left rotation, we are having a tree with an input node X. A single node is there. Okay. Here after left rotation, what we got is this Y become the root and X shifted to left side. X left subtree and Y's right subtree remain same. That means alpha and gamma remain same. Then beta's position is changed to X right subtree. Okay. So here X, Y's node positions are changed, and beta, this is the subtree, this position is also changed. Okay. And in this we can perform right rotation. For right rotation, we are providing an input node, that is Y. After right rotation, we got output like this. Okay. Here is the algorithm. Left rotate t, x. That means we are having a tree with a single node. This is single noded tree. Okay. For this, we have to find out what is Y. Y is right of X. Look this. Here is the Y. Y is X right no right എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ഓഫ് എക്സ് ആണ് Y എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണുള്ളത്? നോഡിൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ടായിട്ടുണ്ട്, Y എന്ന് പറയുന്നതിന് ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഈ രണ്ട് നോഡ്സ് ഉണ്ട്. ഓക്കെ. ഇനിയാണ് നമ്മൾ ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യുന്നത്. ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് റൈറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താക്കാൻ പറഞ്ഞേക്കുവാണ്? ലെഫ്റ്റ് ഓഫ് Y ആക്കാൻ പറഞ്ഞേക്കുവാണ്. ഓക്കെ. അപ്പം റൈറ്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് എന്ന് പറയുന്ന നോഡിൻ്റെ പറയുന്നത് എന്താ? ഹിയർ ലെഫ്റ്റ് ഓഫ് Y ഈസ് ബീറ്റ. സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ് റൈറ്റ് ഓഫ് എക്സ് ഈസ് ബീറ്റ. ദിസ് ഈസ് ദ ചേഞ്ച് ഹാപ്പൻസ് ഹിയർ. Then next is parent of left of Y is X. Parent of left of Y. What is left of Y? Here left of Y is beta. Parent of left of Y. Parent of left of Y. Here parent of left of Y is Y. We have to change beta's parent as X. So this link is established. These two steps belongs to this connection. Right of X is left of Y. Left of Y is, we know that beta. So right of, and parent of left of Y. Parent of left of Y means left of Y is beta. So parent of beta is X. Okay. Next fourth step. Parent of Y is parent of X. Here what is parent of Y? Here parent of Y is X. What is parent of X? Here parent of X is, here something we don't know what it is. It is a സാമ്പിൾ ഡയഗ്രാം. സോ എക്സിൻ്റെ പേരൻറ്റ് എന്താണോ അതിനെ വൈയുടെ പേരൻ്റ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ വാട്ട് വി ഹാവ് ടു ഡു, ഇവിടെ എക്സിന് പേരൻറ്റിനെ ഒന്നും കൊടുത്തിട്ടില്ല, നിൽനോടോ എന്തോ ആണ്. അതുപോലെ തന്നെ വൈയുടെ പേരൻറ്റിനെ നമ്മൾ അതുപോലെ തന്നെ കൊടുത്തു. സോ ഈ ലിങ്കം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് വൈയുടെ പേരൻറ്റ് എന്ന് പറയുന്നത് എന്താണോ അത് എക്സിൻ്റെ പേരൻ്റാണ്. ഓക്കെ. എക്സിൻ്റെ പേരൻറ്റ് എന്താണോ അതിനെയാണ് വൈയുടെ പേരൻ്റ് ആക്കേണ്ടത്. ആ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി അടുത്തതെന്ന് വെച്ചാൽ 5 to 9 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ മാത്രമേ എക്സിക്യൂട്ട് ആവൂ. പേരൻറ്റ് നില്ലാണോ എന്ന് നോക്കും. എക്സിൻ്റെ പേരൻറ്റ് നില്ലാണെന്നുണ്ടെങ്കിൽ എന്താക്കണം? Y എന്ന് പറയുന്നത് ട്രീയുടെ റൂട്ടാക്കി മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ എക്സിൻ്റെ പേരൻ്റ് എന്ന് പറയുന്നത് നില്ലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ Y എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് ഇടണം. ഓക്കെ. ഇനിയാണ് ഇവിടുത്തെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഇഫ് പാർട്ടാണ് എക്സിക്യൂട്ട് ആവുന്നത്. എൽസ് കണ്ടീഷനിൽ എന്താണ് ചോദിച്ചേക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓഫ് പേരൻറ്റ് ഓഫ് എക്സ്. പേരൻറ്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? പേരൻറ്റ് ഓഫ് എക്സിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് ചൈൽഡ് അല്ല. ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ എക്സിൻ്റെ പൊസിഷൻ Yക്ക് കൊടുക്കുക. ഇനി റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ പൊസിഷൻ Yക്ക് കൊടുക്കുക. അതായത് Yയുടെ പൊസിഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയായി കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നോക്കുന്നത്, അടുത്ത എന്താണ്? ഈ ലൂപ്പിൽ ഏതെങ്കിലും, ലൂപ്പല്ല, ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ.
ഇവിടെ എന്ന് പറഞ്ഞാൽ റൂട്ട് എന്ന് പറയുന്ന കണ്ടീഷനാണ് എക്സിക്യൂട്ട് ആവുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താക്കാൻ പറഞ്ഞേക്കുവാണ്, എക്സ് ആക്കാൻ പറഞ്ഞേക്കും. വൈയുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ. പേരൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വൈ. അപ്പോൾ എന്താണ്, ഈ രണ്ട് സ്റ്റെപ്പും വെച്ച് നമ്മൾ ഈ ലിങ്കിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആൽഫയുടെ പൊസിഷൻ സെയിം ആണ്, ഗാമയുടെ പൊസിഷനും സെയിം ആണ്. ദിസ് ഈസ് ദി അൽഗോരിതം ഫോർ ഈ റൊട്ടേഷൻ്റെ അൽഗോരിതത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് മാത്രമാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് വൈ. വൈ ഈസ് റൈറ്റ് ഓഫ് എക്സ്. ഇനി അടുത്തതാണ് നമ്മൾ ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്ത് കഴിയുമ്പം എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നതെന്നുള്ളത് കാണിക്കുന്നത്. വാട്ട് ഈസ് റൈറ്റ് ഓഫ് എക്സ്. റൈറ്റ് ഓഫ് എക്സ് എന്താക്കാൻ പറഞ്ഞേക്കുവാണ്, ലെഫ്റ്റ് ഓഫ് വൈ. ഇവിടെ ലെഫ്റ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, ലെഫ്റ്റ് ഓഫ് വൈ ഈസ് ബീറ്റ. സോ ഈ ബീറ്റയെ എന്താക്കണം, എക്സിൻ്റെ റൈറ്റ് മോസ്റ്റ് നോഡാക്കി മാറ്റുക. അടുത്ത എന്ത് പറഞ്ഞേക്കുന്നു, പേരൻ്റ് ഓഫ് ലെഫ്റ്റ് ഓഫ് വൈ. ഇവിടെ ലെഫ്റ്റ് ഓഫ് വൈ നമുക്കറിയാം ബീറ്റ ആണ്. ബീറ്റയുടെ പേരൻ്റ് എന്ന് പറയുന്നത് എന്താക്കാൻ പറഞ്ഞേക്കുന്നു, എക്സ് ആക്കാൻ പറഞ്ഞേക്കുന്നു. അതോടെ ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി. ഇനി അടുത്തതെന്ന് പറയുന്നത് പേരൻ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് പേരൻ്റ് ഓഫ് എക്സ്. അതായത് ഇവിടെ പേരൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇല്ല. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, വൈയുടെ മുകളിലും ഇതുപോലെ തന്നെ ലിങ്ക് കൊടുക്കും. പിന്നെ ഇവിടെ 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമുക്ക് എക്സിന് പേരൻ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വൈയെ റൂട്ട് നോഡാക്കി മാറ്റണം. ഇനി അടുത്തത് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് പേരൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഓഫ് പേരൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ആക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് പേരൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ആക്കുക. തന്നേക്കുന്ന ഡയഗ്രത്തിൽ എങ്ങനെയാണോ കണ്ടീഷൻ അതനുസരിച്ച് വൈയുടെ പൊസിഷൻ ഡിക്ലെയർ ചെയ്യുക. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താക്കി കൊടുത്തു, എക്സ് ആക്കി കൊടുത്തു. വൈയുടെ ലെഫ്റ്റ് നോഡായിട്ട് എക്സ് കൊടുത്തു. അപ്പോൾ ഈ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. പേരൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, വൈ. ദിസ് ഈസ് ദി അൽഗോരിതം ഫോർ റൊട്ടേഷൻ.